കൊളംബിയ പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരു എപ്പിസോഡല്ല, ഒരു പഴയ എപ്പിസോഡിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പുനരാരംഭം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിലാണ്. ഈ ബാങ്കിൽ ഒരു 6 മാസം മുമ്പ് നമ്മൾ വന്നിരുന്നു, നവംബർ 12-ാം തീയതി. ആ സമയത്ത് ഇവിടെ ഉദ്ഘാടനമായിരുന്നു. സംസ്ഥാന മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ പയ്യന്നൂർ MLA ശ്രീ TI മധുസൂദനും ചേർന്നാണ് ഇവിടെ EV ചാർജിംഗ് സ്റ്റേഷനും സോളാറും ഉദ്ഘാടനം ചെയ്തത്. അന്ന് മുതൽ എല്ലാവർക്കും ഒരു ധാരണ വേണമല്ലോ, കാരണം നമ്മളെന്താണ് ഇവിടെ ഒരു പദ്ധതി, നമ്മളിവിടെ സംരംഭം തുടങ്ങി വെച്ചിട്ട് നമ്മൾ ഓടിപ്പോയിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടല്ലേ പോണേ, നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ, അല്ലെങ്കിൽ സോളാർ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ ഇല്ലേ, EV ചാർജിങ് സ്റ്റേഷന് ആൾക്കാർ വരുന്നില്ലേ, റവന്യൂ കൃത്യമായിട്ട് വരുന്നില്ലേ, അങ്ങനെ ഒരു വിസിറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടി പറയാം. നമ്മളിവിടെ വെച്ചിട്ടുള്ളത് 30 കിലോവാട്ടിൻ്റെ ഹാവൽസിൻ്റെ സോളാർ പവർ പ്ലാന്റ് ആണ്. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പിന്നിൽ കാണുന്നുണ്ടാവും 30 കിലോവാട്ടിൻ്റെ എക്സിക്കോമിൻ്റെ സിംഗിൾ ഗൺ നമ്മൾ DC ഫാസ്റ്റ് ചാർജർ ഉണ്ട്. ഒപ്പം തന്നെ എക്സിക്കോമിൻ്റെ 7.5-ൻ്റെ AC ചാർജർ ഉണ്ട് 4 വീലേഴ്സിന് വേണ്ടിയിട്ട്. ഒപ്പം തന്നെ 3.3-യുടെ 2 വീലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു AC ചാർജർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ മാത്തിൽ വന്നിട്ടുള്ളൊരു പ്രധാന മാറ്റം എന്ന് പറയുന്നത്, മുമ്പ് ഇവിടെ ഒരൊറ്റ സഹകരണ ബാങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അവർ ഒരു ഈവനിങ് ബ്രാഞ്ച് കൂടി, ഒരു സായാഹ്ന ശാഖ കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് ഇവിടെ സെക്രട്ടറി ശ്രീ തമ്പാൻ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം മാറിയിട്ട് ഇപ്പോൾ ശൈലജ മാമാണ് ഇവിടുത്തെ സെക്രട്ടറി. അപ്പോൾ മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, ഇപ്പോൾ എത്രത്തോളം കാറുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് വണ്ടികളെല്ലാം വരുന്നുണ്ട്, സോളാറിൻ്റെ ഒരു പ്രൊഡക്ഷനിലൂടെ ബാങ്കിന് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശൈലജ. ഞാൻ മാതൃ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറിയാണ്. ഞാനിപ്പോൾ മാർച്ച് 1 തൊട്ടാണ് സെക്രട്ടറിയേറ്റ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പുണ്ടായിരുന്നത് TT തമ്പാനാണ് സെക്രട്ടറിയേറ്റ് ഉണ്ടായിരുന്നത്. ആ സമയത്തായിരുന്നു ഞങ്ങളുടെ ചാർജിങ് സ്റ്റേഷൻ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. നവംബർ 12-ാം തീയതിയാണ് ഉദ്ഘാടനം നടന്നത്. മോശമല്ലാത്ത രീതിയിലുള്ള ഇൻകം വരുന്നുണ്ട്. പക്ഷേ ഈ മാർച്ച് മാസം ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലതിൽ ഏറ്റവും കൂടിയ എമൗണ്ടാണ് ഉള്ളത്. അപ്പോൾ ആളുകൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അതനുസരിച്ച് ഞങ്ങളുടെ ഒരു ഇൻകത്തിൽ വർധനവ് ഈ മാർച്ച് മാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഞങ്ങളെ ഈ ഒരു സ്ഥാപനം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. മറ്റ് ദൂരമുള്ള ബാങ്കുകളടക്കം ഇത് സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ, പിന്നെ നീതി ഇലക്ട്രിക്കൽസും നീതി മെഡിക്കൽ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ഞങ്ങളിപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ തോതിലുള്ള കറണ്ട് ചാർജ് ഒന്നും ഉണ്ടാവുന്നില്ല. പൊതുവെ മെച്ചപ്പെട്ട ഒരു രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. നല്ലൊരു ഇൻകം ഭാവിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള കുറച്ചും കൂടി ഒരു പ്രചരണമൊക്കെ കിട്ടുമ്പോൾ വലിയ തോതിലുള്ള പിന്നെ ഇൻകം വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ പ്രതീക്ഷയുള്ളത്. നമ്മളെപ്പോഴും ഒരു കാര്യം തുടങ്ങി വെക്കുമ്പോൾ ആ സമയത്ത് മാത്രമല്ല, അത് പൂർത്തിയായ ശേഷം പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങളെയും കൂടി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിലയിരുത്തണം, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇവരിപ്പോൾ പിന്നീട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ലതായിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങളെ അറിയിക്കണ്ടേ? നമ്മുടെ സംരംഭങ്ങളൊക്കെ ഇപ്പോഴും നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണമെന്ന് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ പഴയ സ്റ്റേഷൻ, അതായത് പഴയ സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് ഒന്നും കൂടി നമ്മൾ പൊടി തട്ടി എടുക്കും കേട്ടോ. ഒപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഒരു 1-2 മാസമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ശൈലജ മാം പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ വരുന്നത് കുറവായിരുന്നു, ചെറിയൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഓരോ മാസം കൂടുന്തോറും റവന്യൂ കൂടി വരുന്നുണ്ട്, വണ്ടികൾ അത്യാവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ബാങ്കും ഹാപ്പിയാണ്,
കസ്റ്റമേഴ്സും ഹാപ്പിയാണ്. അത് മാത്രമല്ല ഒരുപാട് ആൾക്കാരെ അന്വേഷിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതാരാ ഇൻസ്റ്റാൾ ചെയ്താൽ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ടെന്നും മാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളംബിയ ലാബിൻ്റെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ്, വെബ്സൈറ്റ്, എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടംപോലെ നമ്മൾ നമ്മുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് DC ഫാസ്റ്റ് ചാർജേഴ്സ് ആണോ, അല്ലെങ്കിൽ എത്ര DC ഫാസ്റ്റ് ചാർജേഴ്സ് ആണ്? ഒരു ഹബ്ബായിട്ട് തുടങ്ങാനാണോ, അല്ലെങ്കിൽ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങാനാണോ? എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങൾക്ക് പരാതികളൊന്നുമില്ലാതെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു EV ചാർജിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ സോളാർ വെച്ച് തരാൻ നമ്മൾ റെഡിയാണ്. നമ്മളെല്ലാം പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ തന്നെ എന്തിന് കൊളംബിയ ലാബിന് നമ്മളൊരു ബിസിനസ് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ എന്തിന് കൊളംബിയ ലാബിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ ബ്രാൻഡ് വാല്യൂയും അതുപോലെ തന്നെ ക്വാളിറ്റിയും, ഈ രണ്ട് കാര്യത്തിലും യാതൊരുവിധ കോംപ്രമൈസും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ഏത് കസ്റ്റമേഴ്സിനോട് ചോദിച്ചു നോക്കിക്കോളൂ. നമ്മൾ സോളാർ ആണെങ്കിൽ ഹാവൽസിൻ്റെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ EV ചാർജിങ് സ്റ്റേഷനും ഇന്ത്യയിലെ നമ്പർ 1 പ്രോഡക്റ്റാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ യാതൊരുവിധ കംപ്ലൈൻറ്റിനും അല്ലെങ്കിൽ യാതൊരുവിധ കുറവ് പറയാനും സാധ്യതയില്ല. ആ ഒരു ഷ്യൂരിറ്റി എനിക്ക് എന്തായാലും നിങ്ങളെല്ലാ വ്യൂവേഴ്സിനും തരാൻ പറ്റും. അപ്പോൾ ഇത്രയും കോൺഫിഡൻസോട് കൂടി ഞാൻ പറയുന്നത് കൊളംബിയ ലാബിൻ്റെ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ സാധാരണ പറയൂലേ, ഞാൻ കൊളംബിയ ലാബിൻ്റെ സ്റ്റാഫ് ആയതുകൊണ്ടല്ല കേട്ടോ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, കൊളംബിയ ലാബിൻ്റെ സ്റ്റാഫ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് നമ്മൾ പോകുന്നത്. കാരണം നമുക്ക് ഓരോ കോൾസ് വരുന്ന സമയത്ത് പറയും, നിങ്ങൾ വെക്കുന്ന ബ്രാൻഡ് വേണ്ട, നമ്മളൊരു ബ്രാൻഡ് പറഞ്ഞു തരാം, ആ ബ്രാൻഡ് ഒന്ന് വെച്ച് വരുമെന്ന്. പക്ഷെ നമ്മളത് നിൽക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലാത്ത, മിനിമം ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും നമ്മൾ വെക്കണമില്ല, നമ്മളത് ആർക്കും സജസ്റ്റും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളോ എൻക്വയറീസോ ക്വസ്റ്റൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങൾക്ക് നമ്മളെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം.